അങ്ങനെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വ്ളോഗാണ് കേട്ടോ ഗായ്സ്. അപ്പം ചിക്കൻ കറി എല്ലാവരും വെക്കണ മോഡൽ തന്നെയാണ്. എന്നാലും ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ. അപ്പോൾ സൗണ്ട് ഒന്നൊരു ക്ലിയർ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കും. കാരണം ഞാൻ 2-3 ദിവസമായിട്ട് നോമ്പാണ്. അപ്പം നോമ്പോട് സൗണ്ടൊക്കെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ട്. നോമ്പായത് കൊണ്ട് തന്നെ എനിക്ക് വെക്കാനും മടി കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് വെക്കണത്. അപ്പോൾ നോമ്പ് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് റമദാൻ വന്നൊരു ഫീലാണ് കേട്ടോ തോന്നണത്. കാരണം അപ്പോൾ എല്ലാവർക്കും നോമ്പാണ്. നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ എല്ലാവർക്കും നോമ്പ് എടുക്കണം ആവണം എന്നാണ് കേട്ടോ മനസ്സിൽ. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്ന് ഫുഡും കാര്യമൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുക്കർ ഇതാ വെച്ച് കൊടുത്തിക്കണേ. ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കരിവേപ്പിലിട്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 സവാള എടുത്തുക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ കുറച്ച് കായും കരിയൊക്കെ വേണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തുക്കണം. പിന്നെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എനിക്കാണെങ്കിലും ഉമ്മാക്കും കാക്കൂനൊന്നും കൂടുതൽ മസാലപ്പൊടി ചേർക്കണ ഇഷ്ടമല്ല എന്നല്ല, ഞങ്ങൾക്ക് പറ്റൂല കേട്ടോ. ഈ ഉമ്മാക്കും കാക്കൂനും എനിക്കൊന്നും കൂടുതൽ വെളിച്ചെണ്ണ, എരിവ്, കൂടുതൽ മസാലപ്പൊടി ഇതൊന്നും ചേർക്കണ ഞങ്ങൾ വയറിന് പറ്റൂല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ വാടി വന്ന് പൊടികളൊക്കെ മസാലകളൊക്കെ ചേർത്തതിന് ശേഷം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മളെ സവാള നല്ല ഗോൾഡൻ കളറായി കിട്ടിയിരിക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറണത് വരെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അത് വാടി വന്നതിന് ശേഷം ഞാൻ വലിയ 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ, വെള്ളം ഒഴിക്കാതെ. ചെറിയ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടോ. അടിപൊളി സെറ്റായി കിട്ടിയിരിക്കണം.